ഇന്ന് പുറത്ത് വരെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് വേണം. ഞാൻ ഈ മുഖത്ത് വെക്കുന്നതൊന്നും എൻ്റെ അല്ല, എല്ലാം എൻ്റെ സിസ്റ്ററിൻ്റെ ആണ്. ഈവൻ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ എൻ്റെ സിസ്റ്ററിൻ്റെ. കുറേ നാൾക്കേശം കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് തന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും തൊടാൻ പോലും എന്നെ സമ്മതിക്കില്ല. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് അധികം സൺസ്ക്രീൻ തന്നെ വാരിയിട്ടിട്ടുണ്ട്. ഈ കൈ കിടക്കുന്ന സാധനം ഞാൻ എൻ്റെ മുടി നൂരി എൻ്റെ കയ്യിലോട്ട് ഇട്ടതാണ്. പക്ഷേ ഇത് കൈ കിടക്കുന്ന കാര്യം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർക്കുന്നതും കാണുന്നത്. വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവളുടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അതൊക്കെ വാരി പക്കി മുഖത്തി. പക്ഷേ ഇത് ഇട്ടപ്പോഴാണ് ഇത് ഇടണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ പിന്നെ ബ്ലെൻഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അടിച്ചടിച്ച് എങ്ങനെയൊക്കെയാണ് മുഖത്താക്കി. 5 മിനിറ്റ് കൊണ്ട് വേണം റെഡി ഇറങ്ങാം. അതിൻ്റെ ഇടയിൽ ഈ സമയമില്ലാത്ത സമയത്ത് ഇതൊക്കെ തേച്ച് പറ്റിച്ച പാടെ എനിക്ക് മാത്രമേ ഒന്നും ചെയ്യാൻ വേണ്ടി വല്ല സമയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കണ്ണ് എഴുതി മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക്കും ഇട്ടു. ഇത്രയും മാത്രം ചെയ്തിട്ട് ഞാൻ അല്ലെങ്കിൽ ഇനി പ്രത്യേകിച്ച് വലുതായിട്ട് ഒരുങ്ങാനൊന്നും ഇല്ല. ഇത്രയും തന്നെയാണ് ഞാൻ മാക്സിമം ഒരുങ്ങാറുള്ളത്. ഞാനിപ്പോൾ ഇടുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ലൈറ്റ് ഷെയ്ഡൊന്നും ഇപ്പം അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെ തിരിച്ചെടുത്തു. പിന്നെയുള്ള വലിയ ടാസ്ക്കാണ് മുടി കെട്ടുന്നത്. എനിക്കത് പറ്റത്തേ ഇല്ല. ഏത് കോസ്റ്റ്യൂമിലൂടെ എനിക്ക് ആകെ കെട്ടറിയാവുന്ന മുടി ഒറ്റ രീതിയിൽ മാത്രമാണ്. കുറേ അറ്റൻഡ് നടത്തിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടല്ല പോകുന്നത്. ഇതിൻ്റെ കൂടെ ചേരുന്ന ബാഗ് സെലക്ട് ചെയ്യാം. ഇതിൽ ഏതാണ് ചേരുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് ഇതാണ് ചേരുന്നതെന്ന് തോന്നിയിട്ട് അതിട്ടുണ്ടെങ്കിൽ പോയി. ഇത്രയേ ഉള്ളൂ എൻ്റെ കെട്ടടി. ഹെയർ സ്റ്റൈൽ വീണ്ടും മാറ്റിയിട്ടുണ്ട്. അത് പിന്നെ പതിവായതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് പുറത്ത് പോകുന്നത്. ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലിടാം. ഈ ഹെയർ സ്റ്റൈലാണ് ഞാൻ ലാസ്റ്റ് എത്തിച്ചേർന്നത്. കോസ്റ്റ്യൂം ഏതാണെങ്കിലും എനിക്ക് ഈ ഹെയർ സ്റ്റൈലേ പറ്റൂ.